മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാജ സന്ദേശത്തിലൂടെ തിരുവനന്തപുരം കിളിമാനൂരിൽ വസ്ത്രവ്യാപാരിക്ക് നഷ്ടമായത് ലക്ഷങ്ങളാണ്. വാഹനത്തിന് പിഴയുണ്ടെന്ന വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത കിളിമാനൂർ സ്വദേശി മുഹമ്മദ് അനസിന്റെ അക്കൗണ്ടിൽ നിന്ന് 15,59,383 രൂപയാണ് ഈ സംഘം കവർന്നത്. സിം കാർഡ് പോർട്ട് ചെയ്ത് നടത്തിയ നൂതനമായ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കാണാം ഇനി പോലീസ് പട്രോളിൽ. കിളിമാനൂർ സ്വദേശിയായ വസ്ത്രവ്യാപാരി മുഹമ്മദ് അനസാണ് സൈബർ ചതിക്കുഴിയിൽ വീണത്. ഫെബ്രുവരി ആദ്യവാരമാണ് തട്ടിപ്പിന്റെ തുടക്കം. വാട്സാപ്പിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ സന്ദേശം വന്നു. വാഹനത്തിന് 3 പിഴയുണ്ടെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫൈൻ ഒഴിവാക്കാമെന്നുമായിരുന്നു സന്ദേശം. പിഴയുള്ളതിനാൽ അനസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ കയറി വാഹന നമ്പർ രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിടെ അനസിന്റെ ഫോൺ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയിരുന്നു. ഫെബ്രുവരി 7-ന് ബിസിനസ് ആവശ്യത്തിനായി അനസ വിദേശത്തേക്ക് പോയി. അവിടെ വച്ച തന്റെ 2 സിം കാർഡുകളുടെയും സിഗ്നൽ നഷ്ടപ്പെട്ടു. നാട്ടിൽ തിരിച്ചെത്തി സിം കാർഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അനസ് അറിയാതെ അദ്ദേഹത്തിന്റെ ജിയോ നമ്പർ മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യപ്പെട്ടു. ജിയോ നമ്പർ പോർട്ട് ചെയ്തതോടെ ആ നമ്പറുമായി ബന്ധിപ്പിച്ച കനറ ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പുകാർ കൈക്കലാക്കി. വിവിധ ദിവസങ്ങളിലായി 15,59,383 രൂപ നഷ്ടപ്പെട്ടു. സൈബർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഞാൻ ഇത് മൊബൈൽ കടയിൽ ജിയോയുടെ ഓഫീസിൽ പോയപ്പോൾ അവർ പറയുന്നു ഇത് പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് മാറി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എനിക്ക് പരിചയമുള്ളൊരു മൊബൈൽ കടക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് ബാങ്കുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ആ ജിയോ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്നും 15,60,000 രൂപ 7-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ, അതിൽ പ്രധാനമായിട്ടും 11-ാം തീയതി 6.25 ലക്ഷം രൂപ ഫോൺ പേ വഴി, പ്രധാനമായിട്ടും ഫോൺ പേ വഴി ആണ് പല അക്കൗണ്ടുകളിലായിട്ട് പിൻവലിച്ചിരിക്കുന്നു. സിം കാർഡ് പോർട്ട് ചെയ്യുന്നതിൽ മൊബൈൽ കമ്പനി ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജിയോ എൻ്റെ അഡ്രസ്സിലെടുത്ത ഫോൺ ജിയോ ഫോയുടെ സിം ഞാൻ അറിയാതെ എൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്യാതെ എങ്ങനെ മറ്റൊരാൾക്ക് പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് പോകാൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയണം. കാര്യം എൻ്റെ ഫോൺ ഇത് OTP വഴിയല്ല ഇവരിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ സിമ്മ് പോർട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കിടന്ന സിമ്മ് പോർട്ട് ചെയ്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.